കൊച്ചിനെ ഇങ്ങ് താഴ്സ. കൊച്ചു കയ്യിൽ നിന്ന് വീഴും. ഇവിടെ കൊണ്ട് എന്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തടി. അയ്യേ എൽസ, അമ്മമ്മ തറയിൽ കിടക്കുന്നതല്ല. അമ്മമ്മയില്ലേ തെന്നി അടിച്ച് മൂക്കും കുത്തി വീണതാ എൽസ. ആണോ? എന്നാലും എനിക്കത് കാണാൻ പറ്റിയില്ലല്ലോ ദേവാ. ഞാനത് കണ്ടില്ല. നീ ഉണ്ടായിരുന്നോ അപ്പൊ അവിടെ? ഒന്നകത്തേക്ക് കേറി പോടി പിശാചുക്കളെ. നടുപൊളി കേട്ടു അയ്യ. എന്നാലും അമ്മമ്മ വീണത് എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. ജസ്റ്റ് മിസ്സായി പോയല്ലോ അത്. ഒന്ന് പോടി എന്റെ പിശാചേ. കണ്ടോ കണ്ടോ മായേ, ദേ ഇവള് തന്നെയാ എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ടത്. നീ കണ്ടോ? അവള് പറയുന്നത് നീ കേട്ടോടി? നീ അല്ലേടി ഇവിടെ എന്നെ വീട്ടാൻ എണ്ണ കോരി ഒഴിച്ചത്? പറയടി. എടി മായേ നോക്കടി, ഞാനവിടെ എണ്ണയിൽ തെന്നി അടിച്ചാടി വീണത്. അപ്പോ അവിടെ മനഃപൂർവ്വം ആരോ എണ്ണ കൊണ്ട് ഒഴിച്ചതാ. അല്ലാതെ വരുന്ന വഴിക്ക് എങ്ങനെയാടി എണ്ണ ഉണ്ടാക്കുന്നേ? എന്നെ വീഴ്ത്താൻ ആരോ മനഃപൂർവ്വം ചെയ്തതാടി അത്. നേരത്തെ റോമ എണ്ണക്കുപ്പിയായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു അമ്മേ. റോമയോ? അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അവൾ എന്റെ മോളാ. അവളെ അങ്ങനെയൊന്നും ചെയ്യാനല്ല ഞാൻ അവളെ പഠിപ്പിച്ചത്. ആര്? റോമയോ? എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലല്ലോ അവൾക്ക്. റോമ, എടി റോമ, ഒന്നിങ്ങ് വന്നേ. ഇങ്ങ് വാടി, നിന്നെ ഞാൻ കാണിച്ചു തരാം. അയ്യോ, പെട്ടു. അമ്മ വിളിക്കുന്നു. പേടിയാകുന്നേ. അയ്യോ, പോയി നോക്കാം. എന്താ അമ്മേ, ഞാനിവിടെ ഉണ്ട്. എന്തിനാ എന്നെ വിളിച്ചേ? രാമ, നീ ഇങ്ങ് വാ. നീയാണോ ഇവിടെ വാതിലിന്റെ അടുത്ത് എണ്ണ കമിഴ്ത്തിയത്? സത്യം പറ റോമ. അയ്യോ അമ്മേ, ഞാനോ? ഞാനൊന്നുമല്ല. ചിലപ്പോ ദേവിയായിരിക്കും. അയ്യോ അമ്മേ, അവള് നുണ പറയുകയാണ്. അവള് എന്നെ എടുക്കുന്നത് നേരത്തെ ഞാൻ കണ്ടതാ അമ്മേ. അത് ഞാൻ തലത്തേക്കാൻ വേണ്ടി എടുത്തതല്ലേ. ഞാനത് അപ്പോഴേ അവിടെ തന്നെ വച്ചു എൽസ. എന്തായാലും ചക്കിനെ വെച്ചത് കൊക്കിനെ കൊണ്ടു. എന്റെ ഈശ്വര, എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ.